ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന പണത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വഴി യഥേഷ്ടം പണം ലഭ്യമാകും. സ്വർണ്ണപ്പണയത്തിന്റെ മറവിൽ എത്ര ലക്ഷം വേണമെങ്കിലും ശേഖരിക്കാമെന്ന് ന്യൂസ് 18 അന്വേഷണത്തിൽ വ്യക്തമായി. സാധാരണക്കാർ പണത്തിനായി നെട്ടോട്ടമോടുമ്പോൾ വൻകിട കച്ചവടക്കാരും മറ്റും ഇത്തരത്തിൽ ആവശ്യമായ തുക ലഭ്യമാക്കുന്നത് നോട്ട് നിരോധനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ്. അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിൻവലിക്കാൻ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വൻകിടക്കാരെ സഹായിക്കുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. സ്വർണം പണയം വെച്ച് പുതിയ കറൻസികൾ വാങ്ങിയ ശേഷം നിക്ഷേപമുള്ള ബാങ്കിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകി പണയം തിരിച്ചെടുക്കാം. ഏതാനും ദിവസത്തെ പലിശ മാത്രം നൽകിയാൽ മതി. അറിഞ്ഞ വിവരം ശരിയാണോ എന്നറിയാൻ ഞങ്ങൾ സംസ്ഥാനത്തെ പ്രമുഖരായ ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ തലസ്ഥാനത്തെ വിവിധ ശാഖകളിലെത്തി. സ്വർണം പണയം വെച്ചാൽ അക്കൗണ്ട് വഴിയല്ലാതെ പണം നൽകാൻ മിക്കവരും തയ്യാർ. 5 ലക്ഷം രൂപ വേണമെന്ന ആവശ്യം ഒരിടത്ത് പറഞ്ഞപ്പോൾ 35 പവൻ സ്വർണവുമായി വന്നാൽ മതിയെന്ന് മറുപടി. 16% പലിശ നൽകണം. നമ്മൾ 5 ലക്ഷം രൂപ കൊടുക്കും. എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ, എന്നിട്ട് നമ്മുടെ ബാങ്കിൽ പോയി നിങ്ങളുടെ ചെക്ക് മേടിച്ചിട്ട് ബാങ്കിൽ പോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷേ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ക്യാഷുകളെല്ലാം കൊണ്ടുവരണം. പല ബ്രാഞ്ചിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഒരാളെ പേരിന് അടിക്കണ്ട. 3 പേരുടെ പേരുകളിലാകും പണയം വയ്ക്കുക. മറ്റു ബാങ്കുകളിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് പണയം തിരിച്ചെടുക്കാം. പാൻ നമ്പർ എടുക്കാൻ പറ്റപ്പെടുന്നു അങ്ങനെ ഇല്ല. പാൻ നമ്പർ വേണ്ട, എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പേരിലായിരിക്കും. ഇതേ ആവശ്യവുമായി മറ്റൊരിടത്ത് ചെന്നപ്പോഴും അനുകൂലമായ മറുപടി തന്നെ ലഭിച്ചു. മറ്റു ശാഖകളിൽ നിന്നും പണം എത്തിക്കാനുള്ള സാവകാശം മാത്രം മതി. ഒരാളുടെ പേരിലായിട്ട് വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ 7 ദിവസത്തെ പലിശ നൽകി പണയമെടുക്കാമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 15 ദിവസത്തെയെങ്കിലും പലിശ നൽകണമെന്ന് മാത്രമാണ് പലരുടെയും ആവശ്യം. നോട്ട് നിയന്ത്രണം വന്ന ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരേ സ്വർണം ഉപയോഗിച്ച് ഇത്തരത്തിൽ നിക്ഷേപം പിൻവലിച്ചവർ നിരവധിയാണെന്നാണ് സൂചന. അത്യാവശ്യങ്ങൾക്ക് പോലും പണം ലഭിക്കാതെ സാധാരണക്കാർ വലയുമ്പോഴാണ് വൻകിടക്കാരെ സഹായിക്കാൻ ഇത്തരം കുറുക്കുവഴികൾ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.